ഫോട്ടോ ബ്രേക്കിംഗ് ഡാർക്ക്നെറ്റ് മയക്കുമരുന്ന് കേസിൽ കെറ്റാമലോൺ ശൃംഖലയുമായി റിസോർട്ട് ഉടമ ഡിയോളിനും ഭാര്യയ്ക്കും നേരിട്ട് ബന്ധമെന്ന് കണ്ടെത്തൽ. കെറ്റാമലോൺ വഴിയുള്ള ലഹരി ഇടപാടിലൂടെയാണ് ഡിയോൾ പാഞ്ചാലിമെട്ടിലെ റിസോർട്ട് വാങ്ങിയതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. സൺസെറ്റ് വാലി എന്ന റിസോർട്ട് NCB കണ്ടുകെട്ടും 2023 ഓസ്ട്രേലിയയിലേക്ക് കടത്താൻ ശ്രമിച്ച ലഹരി പാഴ്സൽ പിടികൂടിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഡിയോളും ഭാര്യയും അറസ്റ്റിലായത്. SS ശരൺ നമുക്കൊപ്പം. SS ശരൺ, റിസോർട്ടിന്റെ പർച്ചേസ് അടക്കം ഈ ലഹരി ഇടപാടുമായി ബന്ധമുണ്ട് എന്ന് കണ്ടെത്തുകയാണോ? എന്തൊക്കെയാണ് ഡാർക്ക്നെറ്റിൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ? സുജിയ, കെറ്റാമലോൺ എന്ന ഡാർക്ക്നെറ്റ് ശൃംഖല വഴിയാണ് ഇത്തരത്തിലുള്ള ലഹരി ഇടപാടുകൾ നടന്നെന്നുള്ളായിരുന്നു NCBയുടെ കണ്ടെത്തൽ. ഇതിലെ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്നത് മോറ്റിവേഡ് സ്വദേശിയായ എഡിസൺ ആണ്. എന്നാൽ അതിന് പുറമെ മറ്റ് 2 പേർക്ക് ഇതിൽ കൃത്യമായ റോൾ ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ NCB കണ്ടെത്തിയിരിക്കുന്നത്. ഒന്ന് പാഞ്ചാലിമേട്ടിലെ റിസോർട്ട് ഉടമയായ ഡിയോളാണ്. ഇതിന് പുറമെ ഡിയോളിന്റെ ഭാര്യ അഞ്ജു. നേരത്തെ NCB കണ്ടെത്തിയിരുന്നത്, അതായത് ഈ എഡിസണും ഒപ്പം തന്നെ ഈ പാഞ്ചാലിമേട്ടിലെ റിസോർട്ട് ഉടമയായ ഡിയോളും ഒരുമിച്ച് പഠിച്ചിരുന്നതാണ്. അങ്ങനെ പഠനത്തിന് ശേഷം ഇരുവരും ജോലി ചെയ്തിരുന്നു. അങ്ങനെ ജോലി ചെയ്യുന്ന സമയം മുതൽ തന്നെ ഈ കെറ്റാമലോൺ എന്നുള്ള ആശയത്തെ സംബന്ധിച്ച് ഇരുവരും ചർച്ചകൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് NCB കണ്ടെത്തിയിരുന്നത്. അങ്ങനെ ചർച്ചകൾ നടത്തുക മാത്രമല്ല, പിന്നീട് 2021 കെറ്റാമലോൺ ആരംഭിച്ചതിന് ശേഷം UK കാർട്ടലിൽ നിന്ന് LSD സ്റ്റാമ്പുകളും ഒപ്പം തന്നെ കെറ്റാമിനും കേരളത്തിലേക്ക് എത്തിക്കുകയും അതിനുശേഷം ആവശ്യാനുസരണം അത് ഓസ്ട്രേലിയയിലേക്ക് കടത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിരുന്നത് ഡിയോൾ ആണെന്നുള്ളതാണ് NCB ഇപ്പോൾ അനുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെ കടത്തുക മാത്രമല്ല, അതുവഴി വലിയ തോതിൽ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം പാഞ്ചാലിമേട്ടിലെ സൺസെറ്റ് വാലി എന്ന റിസോർട്ടാണ്. ആ ഒരു കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സൺസെറ്റ് വാലി എന്ന റിസോർട്ട് കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് NCB കടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ 4 ദിവസത്തേക്ക് ഈ കസ്റ്റഡിയിൽ വിട്ടിരുന്നതാണ്, NCBയുടെ കസ്റ്റഡിയിൽ ഈ പ്രതികളെ വിട്ടിരുന്നതാണ്. അങ്ങനെ എഡിസണെയും സുഹൃത്തായ അരുൺ തോമസിനെയും ഡിയോളിനെയും വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു. അതിൽ നിന്ന് ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് NCB പറയുന്നത്. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. വലിയ തോതിലാണ് ഇവിടെ ലഹരി ഇടപാടുകൾ നടന്നിരിക്കുന്നത്, കോടികളുടെ ലഹരി ഇടപാടുകളാണ്. അപ്പോൾ അതിലൂടെ സമ്പാദിച്ച പണം എവിടേക്ക് വകമാറ്റി എന്നുള്ളത് കൃത്യമായി തന്നെ NCB കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ വ്യക്തത വരുത്താനാണ് ഇപ്പോൾ ഈ 3 പ്രതികളെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്തയാഴ്ച കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിക്കുമെന്നുള്ളതാണ് NCB പറയുന്നത്.